കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക് 2,61,00,000 വോട്ടർമാരാണ് രാജ്യഭരണം തീരുമാനിക്കാൻ കേരളത്തിൽ വിധിയെഴുതുന്നത്. വോട്ടെടുപ്പിനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തയ്യാറെടുപ്പുകൾ പൂർത്തിയായി. വോട്ടിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള പോളിംഗ് സാമഗ്രികൾ ബൂത്തുകളിൽ എത്തിച്ചു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വി അരുൺ ചേർന്നു. അരുൺ, എത്ര മണി മുതലാണ് പോളിംഗ് ആരംഭിക്കുന്നത്? എത്രയെല്ലാം സജ്ജീകരണങ്ങളാണ് സംസ്ഥാനത്തുടനീളം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തിയിരിക്കുന്നത്? അപർണ, നാളെ രാവിലെ 7 മണിക്ക് വോട്ടെടുപ്പ് ആരംഭിക്കും. വൈകുന്നേരം 6 മണി വരെയാണ് സംസ്ഥാനത്ത് വോട്ടെടുപ്പ് സമയം. രാവിലെ 6 മണിക്ക് മോക്ക് പോൾ ആരംഭിക്കും. പരീക്ഷണ വോട്ടെടുപ്പ് ആരംഭിക്കും. കൃത്യം 7 മണിക്ക് തന്നെ വോട്ടെടുപ്പും ആരംഭിക്കും. സംസ്ഥാനത്ത് ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമാണ്. ബൂത്തുകൾ തയ്യാറായി കഴിഞ്ഞു. ഉച്ചയോടുകൂടി പ്രധാന വിതരണ കേന്ദ്രങ്ങളിൽ നിന്ന് ബാലറ്റ് പേപ്പർ വോട്ടിംഗ് മെഷീൻ അടക്കമുള്ള പ്രചരണ സാമഗ്രികൾ ബൂത്തുകളിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. അതുപയോഗിച്ച് ബൂത്തുകൾ ഇതിനകം സജ്ജമായി കഴിയുകയും ചെയ്തു. ഇത് തിരുവനന്തപുരത്ത് തമ്പാനൂരിലുള്ളൊരു പോളിംഗ് ബൂത്താണ് നമ്മൾ കാണുന്നത്. ഇവിടെ വോട്ടിംഗ് മെഷീൻ അടക്കം സ്ഥാപിച്ച് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു. നാളെ രാവിലെ 6 മണിക്ക് മോക്ക് പോൾ ആരംഭിക്കും. തിരുവനന്തപുരം മണ്ഡലത്തിൽ 2 ബാലറ്റ് യൂണിറ്റുകളാണ് ഉള്ളത്. വോട്ടിംഗ് മെഷീനുകളാണ് കാണാം. 17 സ്ഥാനാർത്ഥികൾ തിരുവനന്തപുരം മണ്ഡലത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ 2 ബാലറ്റ് യൂണിറ്റുകൾ സ്ഥാപിക്കും. ബാലറ്റ് യൂണിറ്റുകളും ഇവിടെ റെഡിയാണ്. നാളെ രാവിലെ ഇത് ഇവിടെ സ്ഥാപിക്കാനാണ് തീരുമാനം. പോളിംഗ് ഓഫീസറും ഇവിടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ റിട്ടേണിംഗ് ഓഫീസർ പറഞ്ഞിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഇലക്ഷന്റെ തലേ ദിവസം നിർവഹിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള എല്ലാം നമ്മൾ ഒരുക്കി കഴിഞ്ഞു. പ്രധാനമായിട്ടും 200 മീറ്റർ ചുറ്റുകളുള്ള എല്ലാ കൊടിതോരണങ്ങളും പരസ്യ ബോർഡുകളും എല്ലാം മാറ്റി കഴിഞ്ഞു. ബാക്കി എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നമുക്കിവിടെ എല്ലാ സൗകര്യങ്ങളും ലഭ്യമായിട്ടുണ്ട്. കൂടാതെ ഈ മെഷീനെല്ലാം നാളെ മോക്ക് പോൾ സമയത്ത് നമുക്ക് ഫുള്ളായിട്ട് ഒരു സെറ്റ് ചെയ്യാൻ അനുവാദം തന്നിട്ടുള്ളൂ. കാരണം വിവി പാറ്റിന്റെ ഒരു പ്രത്യേകം സൂക്ഷിക്കണമെന്നുള്ള നിർദ്ദേശപ്രകാരം നമുക്ക് നാളെ മാത്രമേ അത് ഫുൾ രീതിയിൽ നമുക്ക് മോക്ക് പോൾ സമയത്തെ സജ്ജീകരിക്കാൻ കഴിയുള്ളൂ. എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. പിന്നെ വിവി പാറ്റ് ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. കൂടാതെ ഹരിതചട്ടം പാലിക്കുന്നു എന്നുള്ളത് മറ്റു പ്രത്യേകതയായിട്ട് കണക്കാക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളോ ഒന്നും ഇതിനകത്ത് കയറാത്ത രീതിയിൽ ഉള്ള സജ്ജീകരണങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. അപർണ, ഇത് തന്നെയാണ് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഇനി ബാലറ്റ് വോട്ടിംഗ് മെഷീൻ യന്ത്രങ്ങൾ സ്ഥാപിച്ച് നാളെ രാവിലെ 6 മണിക്ക് മോക്ക് പോൾ ആരംഭിക്കും. 7 മണിക്ക് തന്നെ വോട്ടെടുപ്പും ആരംഭിക്കും. തെരഞ്ഞെടുപ്പിന് കേരളം പൂർണ്ണ സജ്ജമാണ്. അപർണ, 7 മണി മുതലാണ് വോട്ടെടുപ്പ് ആരംഭിക്കുക. കേരളത്തിൽ നിന്ന് വിവിയരനാണ് വിശദാംശങ്ങൾ നൽകിയത്. കനത്ത സുരക്ഷയിലാണ് കേരളം നാളെ വിധി എഴുതുന്നത്. പോലീസുകാരും അർദ്ധ സൈനികരും അടക്കം 1,00,000-ലധികം സുരക്ഷാ ഉദ്യോഗസ്ഥർ വോട്ടെടുപ്പിനായി സജ്ജമായി കഴിഞ്ഞു. ഏറ്റവും അധികം പ്രശ്നബാധിത ബൂത്തുകൾ കണ്ണൂർ മണ്ഡലത്തിലാണ്. കൊട്ടിക്കലാശം സംഘർഷത്തിൽ കലാശിച്ചതിനാൽ മുൻപൊന്നുമില്ലാത്ത ജാഗ്രതയിലാണ് വിധിയെഴുത്തിന് കേരളം തയ്യാറെടുക്കുന്നത്. 58,138 ഉദ്യോഗസ്ഥരെ വിവിധയിടങ്ങളിലായി വിന്യസിച്ചു. 240 ഡിവൈഎസ്പിമാർക്കാണ് സുരക്ഷാ ചുമതല വീതിച്ച് നൽകിയത്. കർണാടകവും തമിഴ്നാടും അടക്കം അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലീസുകാർ സുരക്ഷയ്ക്കായെത്തി. സംസ്ഥാനത്ത് ഏറ്റവും അധികം പ്രശ്നബാധിത ബൂത്തുകളുള്ളത് കണ്ണൂരിലാണ്. ഇവിടെ സേന റൂട്ട് മാർച്ച് നടത്തി. കണ്ണൂരിൽ ആകെയുള്ള 1,857 പോളിംഗ് സ്റ്റേഷനുകളിൽ 1,454 എണ്ണം പ്രശ്നബാധിത ബൂത്തുകളാണ്. ഇതിൽ തന്നെ 375 അതീവ ജാഗ്രതയുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് 2,000 പോലീസുകാർ, കർണാടകത്തിൽ നിന്ന് 1,000 പോലീസുകാർ എന്നിവരെ വിന്യസിച്ചു കഴിഞ്ഞു. പ്രശ്നബാധിതയുള്ള മേഖലകളിൽ ഡെപ്യൂട്ടി തഹസിൽദാരുടെ റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലാണ് മേൽനോട്ടം. വീഡിയോ പകർത്താനുള്ള സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വോട്ടർമാർക്ക് നിർഭയമായി സമ്മതിദാനാവകാശം രേഖപ്പെടുത്താൻ കനത്ത സുരക്ഷയാണ് കണ്ണൂരിലെങ്ങും ഒരുക്കിയിരിക്കുന്നത്. ക്യാമറാമാൻ സുമേഷ് മൊറാഴയ്ക്കൊപ്പം അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18. കേരളം ബൂത്തിലെത്താൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് എല്ലാ സ്ഥാനാർത്ഥികളും. കാണാം പ്രതികരണങ്ങൾ. വിജയം നമ്മളുടെ ആയിരിക്കും. കഴിഞ്ഞ തവണയും കാലത്ത് വലിയ ഭൂരിപക്ഷം ഉണ്ടാവും. നല്ല ഭൂരിപക്ഷത്തിൽ ഞാൻ ജയിക്കുക, പ്രതീക്ഷയല്ല ജയിക്കുക. യാതൊരു വിധത്തിലുള്ള അടിയൊഴുക്കുകളും ഭയപ്പെടാൻ തക്ക വിധത്തിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കൂടുതൽ വോട്ടുകളും കൂടുതൽ ഭൂരിപക്ഷത്തോടും കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ നേടാൻ കഴിയുമ്പോൾ ആറ്റിങ്ങലും ആ മാലയിലെ ഒരു കണ്ണിയായി ഞങ്ങളും അങ്ങനെ ആയിക്കോട്ടെ. ചവറ മണ്ഡലത്തിൽ ഉൾപ്പെടെ ഇടതുപക്ഷത്തിന് മുൻകൈ വരുന്ന സ്ഥിതിയിലാണ് കാര്യങ്ങൾ. ഒരു വിജയം സുരക്ഷിതമാണ് എന്നുള്ളതാണ് ഇതുവരെ ഞങ്ങളുടെ വിശ്വാസം. കെ.സി. വേണുഗോപാലിന്റെ സിറ്റിംഗ് സീറ്റാണ്. സിറ്റിംഗ് സീറ്റ് നിലനിർത്തും. 7 അസംബ്ലി മണ്ഡലം ലീഡ് ചെയ്യും. കാര്യം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഹരിപ്പാടായിരുന്നു ഒരു സ്വല്പം പുറകിൽ നിന്നിരുന്നു. അത് കവറപ്പ് ചെയ്യും. യാതൊരു സംശയവും വേണ്ട. UDFന്റെ എല്ലാ സ്ഥാനാർത്ഥികളും ജയിക്കും. കോട്ടയത്ത് നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. വോട്ടുകൾ ചെയ്യും എന്ന പൂർണ്ണമായ
ഒരു വിശ്വാസമാണ് എനിക്കും പ്രവർത്തകർക്കും ഒക്കെ ഉള്ളത്. തികഞ്ഞ ആത്മവിശ്വാസം തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം പൂർത്തീകരിക്കുമ്പോൾ എനിക്കുണ്ട്. വളരെ ആത്മവിശ്വാസത്തിലാണ്. കാരണം കൊച്ചിക്കാർക്ക് അറിയാം അവർക്ക് എന്താ വേണ്ടെന്ന്. ഇതൊരു വലിയ രാഷ്ട്രീയ പോരാട്ടമാണെന്ന് തിരിച്ചറിയാനുള്ള രാഷ്ട്രീയ ബോധം നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. വളരെ ആത്മവിശ്വാസത്തിലാണ്. താഴെ തലത്തിലുള്ള ജനങ്ങൾ വളരെയേറെ UDF വരണമെന്നുള്ള അമിതമായ ആവേശം ആഗ്രഹത്തിലുമാണ്. അതിന്റെ പ്രതിഫലനം എല്ലായിടത്തും കാണാം. നിഷ്പക്ഷമതികളുടെ വോട്ടായിരിക്കും എൻ്റെ മാർജിൻ. ഉയർന്ന ഭൂരിപക്ഷത്തിലായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആലത്തൂരിൽ ചരിത്ര വിജയം കുറിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനം മാത്രമല്ല, കഴിഞ്ഞ 10 കൊല്ലം MP എന്ന നിലയിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിന്റെ കൂടി ആത്മവിശ്വാസത്തിലാണ് നിൽക്കുന്നത്. ജനങ്ങളുടെ പിന്തുണ കണ്ടിട്ടുള്ള ആത്മവിശ്വാസമാണ്. ഇത് വെറുതെ അല്ല. പാലക്കാട് ഇത്തവണ UDF തിരിച്ചു പിടിച്ചിരിക്കും. ഡൽഹിയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകണം എന്നുള്ള രീതിയിലാണ് ആളുകൾ ഇങ്ങോട്ട്. ജനറലായിട്ട് തന്നെ UDFന് ഭൂരിപക്ഷം കൂടുന്ന സാഹചര്യമുണ്ട്. ആ കൂടുതൽ മലപ്പുറത്തും ഉണ്ടാവും. മാനസികമായി ഇടതുപക്ഷത്തിൻ്റെ ഒരു വിജയം മലപ്പുറം അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പോളിംഗ് കഴിഞ്ഞാൽ, കൗണ്ടിംഗ് കഴിഞ്ഞാൽ പ്രദീപ് കുമാർ MLA തുടരും, MK രാഘവൻ MP തുടരും. നല്ല വിജയ പ്രതീക്ഷയാണ്. വിജയം സുനിശ്ചിതം എന്ന നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത്. നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കുന്നതാണ്. 25,000-നും 60,000-നും ഇടയ്ക്ക് വോട്ടിന് ജയിക്കുന്നതാണ് ഇപ്പോഴത്തെ ഒരു അസസ്മെന്റ്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല ഭൂരിപക്ഷത്തോടെ വടകര മണ്ഡലം ജയിക്കും എന്ന കാര്യം ഉറപ്പാണ്. ഈ മണ്ഡലത്തിന്റെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ദുരവസ്ഥ ഓർക്കുന്ന ജനങ്ങൾ ഒരു മാറ്റം ഈ മണ്ഡലത്തിൽ ഉണ്ടാക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. കേരളം ഉൾപ്പെടെ 13 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലുമാണ് നാളെ വോട്ടെടുപ്പ്. തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ച തമിഴ്നാട്ടിലെ വെല്ലൂർ ഒഴികെ ദക്ഷിണേന്ത്യയിലെ എല്ലാ മണ്ഡലങ്ങളിലും നാളെ വോട്ടെടുപ്പ് പൂർത്തിയാകും. ഗുജറാത്തിലെയും ഗോവയിലെയും മുഴുവൻ മണ്ഡലങ്ങളും നാളെ വിധിയെഴുതും. 7 ഘട്ടമായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങൾ വിധിയെഴുതുന്നത് നാളെയാണ്. 13 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 116 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കും. കേരളത്തിനു പുറമെ ഗുജറാത്തിലെയും ഗോവയിലെയും മുഴുവൻ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് പൂർത്തിയാകും. കർണാടകയിലെയും മഹാരാഷ്ട്രയിലെയും 14 മണ്ഡലങ്ങളിൽ വീതമാണ് വോട്ടെടുപ്പ്. ഉത്തർപ്രദേശിലെ 10-ഉം ഛത്തീസ്ഗഡിലെ 7-ഉം ഒഡീഷയിലെ 6 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കും. 2ാം ഘട്ടത്തിൽ വ്യാപകാക്രമണം നടന്ന പശ്ചിമബംഗാളിലെ 5 മണ്ഡലങ്ങളിലും നാളെ വോട്ടെടുപ്പുണ്ട്. 2ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് മാറ്റിവെച്ച ത്രിപുര ഈസ്റ്റിലും കേന്ദ്രഭരണ പ്രദേശങ്ങളായ ദാമൻ ദിയു, ദാദ്ര നഗർ ഹവേലി എന്നിവിടങ്ങളിലും നാളെയാണ് വോട്ടെടുപ്പ്. ഗാന്ധിനഗറിൽ നിന്ന് ജനവിധി തേടുന്ന BJP അധ്യക്ഷൻ അമിത്ഷാ, വയനാട്ടിൽ മത്സരിക്കുന്ന കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി, മെയിൻപുരിയിൽ പോരാട്ടത്തിനിറങ്ങിയ മുലായം സിംഗ് യാദവ് എന്നിവരാണ് 3ാം ഘട്ടത്തിലെ പ്രമുഖർ. മല്ലികാർജുൻ ഖാർഗെ, ശരത് യാദവ്, അസം ഖാൻ, ജയപ്രദ, വരുൺ ഗാന്ധി, അനന്ത്കുമാർ ഹെഗ്ഡെ എന്നിവരും നാളെ ജനവിധി തേടും. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. ഒളിക്യാമറ വിവാദത്തിൽ കോഴിക്കോട് UDF സ്ഥാനാർത്ഥി MK രാഘവനെതിരെ കേസെടുത്തു. അഴിമതി നിരോധന നിയമപ്രകാരം കോഴിക്കോട് നടക്കാവ് പോലീസാണ് കേസെടുത്തത്. കേസെടുക്കാമെന്ന ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. പ്രാഥമിക അന്വേഷണത്തിൽ ആരോപണത്തിൽ CPM ഗൂഢാലോചനയാണെന്ന വാദം ശരിയല്ലെന്ന് കണ്ടെത്തിയിരുന്നു. രാഘവന്റെ മൊഴിയും വീഡിയോ ദൃശ്യങ്ങളും തമ്മിൽ വൈരുദ്ധ്യമുണ്ടെന്നും ആരോപണം തെളിയിക്കുന്ന കാര്യങ്ങൾ രാഘവന് ഹാജരാക്കാൻ കഴിഞ്ഞില്ലെന്നും അന്വേഷണ സംഘം വിലയിരുത്തി. അതേസമയം തന്നെ CPM വേട്ടയാടുകയാണെന്നും ഇതിനുള്ള മറുപടി നാളെ ജനം നൽകുമെന്നും MK രാഘവൻ പ്രതികരിച്ചു. ഇതിൻ്റെ മറുപടി നാളെ നൽകും. റിസൾട്ട് നിങ്ങൾക്ക് മെയ് 23 രാവിലെ കേൾക്കാം. CPM-ഉം പോലീസും ഗവൺമെൻറ്റും ഒരുമിച്ച് എൻ്റെ നേരെ നടത്തുന്ന വേട്ടയാടൽ, അതിന് കൃത്യമായി കോഴിക്കോട്ടെ പ്രബുദ്ധരാജനങ്ങൾ മറുപടി പറയും. യാത്രക്കാരെ തല്ലിച്ചതച്ച സുരേഷ് കല്ലട ബസ് നിയമക്കുരുക്കിൽ. മർദ്ദനം നടന്ന ബസ് മരട് പോലീസ് പിടിച്ചെടുത്തു. ഗതാഗത വകുപ്പ് ബസിന്റെ പെർമിറ്റും റദ്ദാക്കി. കല്ലടയുടെ വിവിധ ഓഫീസുകളിൽ പോലീസ് പരിശോധനയും ചോദ്യം ചെയ്യലും തുടരുകയാണ്. തിരുവനന്തപുരം ബംഗളൂരു ബസ്സിലെ യാത്രക്കാരെ മർദ്ദിച്ച കല്ലട ബസ് ജീവനക്കാരായ ജയേഷ്, ജിതിൻ എന്നിവരാണ് അറസ്റ്റിലായത്. മറ്റൊരു ജീവനക്കാരൻ ഗിരിലാലിന് വേണ്ടി തിരച്ചിൽ തുടരുകയാണ്. യാത്രക്കാരെ കയ്യേറ്റം ചെയ്യൽ, അസഭ്യം പറയൽ തുടങ്ങിയ കുറ്റങ്ങൾ പ്രതികൾക്കെതിരെ ചുമത്തും. സുരേഷ് കല്ലടയുടെ തിരുവനന്തപുരം മാനേജർ മനുവിനെ DGP ഓഫീസിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. കല്ലട കൊച്ചി മാനേജറെ മരട് പോലീസും ചോദ്യം ചെയ്തു. സുരേഷ് കല്ലടയുടെ വൈറ്റ്ല ഓഫീസ് പൂട്ടാൻ പോലീസ് നിർദ്ദേശം നൽകി. അനധികൃതമായി പാർസലുകൾ കടത്തിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത കല്ലട ബസിന്റെ പെർമിറ്റ് ഗതാഗത വകുപ്പ് റദ്ദാക്കി. കർണാടകത്തിലെ പെർമിറ്റുകൾ റദ്ദാക്കാൻ കർണാടക സർക്കാരിനോട് ശുപാർശ ചെയ്യാൻ നിർദ്ദേശിച്ചതായി ഗതാഗത മന്ത്രി അറിയിച്ചു. ബന്ധപ്പെട്ടവരിൽ നിന്നും റിപ്പോർട്ട് ശേഖരിക്കുന്നതിന് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടായി. മർദ്ദനമേറ്റ അജയ് ഘോഷിന്റെ പരാതി പോലീസ് രേഖപ്പെടുത്തി. കല്ലിനാണ് പുറത്തിടിക്കുന്നത്. നിങ്ങൾ കണ്ടില്ലേ, കല്ലിന് ഇടിച്ചു. ഓടിയപ്പോൾ ഒരുത്തൻ ആ കയ്യിലിരുന്ന കല്ലെടുത്തിട്ട് എന്നെ
എൻ്റെ തലയ്ക്കെറിഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞത് കല്ലട സുരേഷിൻ്റെ വണ്ടിയിൽ കയറിയാൽ മിണ്ടാതെ ഇരുന്നോണം. മരടിലെ കല്ലട ഓഫീസിലെത്തിയ പോലീസ് രേഖകളും യാത്രക്കാരുടെ വിശദാംശങ്ങളും പരിശോധിച്ചു. ഓഫീസിന് സമീപത്തെ കെട്ടിടങ്ങളിലെ CCTV ദൃശ്യങ്ങളും പരിശോധിച്ചു. എൻ്റെ പെർമിറ്റ് എല്ലാം ഇരിഞ്ഞാലക്കുട ഓഫീസിൽ നിന്ന് ഇഷ്യൂ ചെയ്ത കേരള പെർമിറ്റുകളാണല്ലോ. ഒറിജിനൽ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വകാര്യ ബസ്സുകളുടെ നിയമവിരുദ്ധ നടപടികൾക്കെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ അടക്കം പ്രതിഷേധം തുടരുകയാണ്. വൈക്കത്തെ സുരേഷ് കല്ലട ഓഫീസ് LDF പ്രവർത്തകർ അടപ്പിച്ചു. ന്യൂസ് 18 കൊച്ചി, തിരുവനന്തപുരം. കല്ലട ബസ്സിലെ ക്രൂരമർദ്ദനം പുറത്തുവന്നതിന് പിന്നാലെ ദീർഘദൂര ബസ്സുകൾ വർഷങ്ങളായി നടത്തുന്ന നിയമലംഘനങ്ങളിലേക്ക് അന്വേഷണം നീളുന്നു. പെർമിറ്റ് ചട്ടലംഘനങ്ങളും നികുതി വെട്ടിച്ചുള്ള ചരക്ക് കടത്തുമാണ് അന്വേഷിക്കുന്നത്. ദീർഘദൂര സ്വകാര്യ ബസ്സുകളെക്കുറിച്ച് ഇതുവരെ ഗതാഗത വകുപ്പിനും പോലീസിനും അറിയാമായിരുന്നതാണ് 2 നിയമലംഘനവും. പെർമിറ്റ് ഇല്ലാതെയുള്ള സർവീസുകളും ചരക്ക് കടത്തും. മർദ്ദന വാർത്ത പുറത്തു വന്നതോടെയാണ് ഇതേക്കുറിച്ചുള്ള ഗൗരവമുള്ള അന്വേഷണം തുടങ്ങിയതെന്ന് മാത്രം. ഓണം, ക്രിസ്തുമസ് തുടങ്ങിയ ഉത്സവ സീസണുകളിൽ 3-4 ഇരട്ടിയായി നിരക്ക് വർദ്ധിപ്പിച്ച് ഇവ സർവീസ് നടത്തുന്നതിനെക്കുറിച്ച് വർഷങ്ങളായി പരാതിയുണ്ടായിരുന്നു. ഗുണ്ടാ പിൻബലവും ഉണ്ടെങ്കിൽ ആളുകളെ എന്ത് ചെയ്യാം എന്നൊരു ധാരണ നമ്മുടെ നാട്ടിൽ ശക്തമായിരിക്കുകയാണ്. അതൊരു കാരണവശാലും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. കല്ലട രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കോൺട്രാക്ട് കാരിയേജ് പെർമിറ്റ് പ്രകാരമാണെന്നും എന്നാൽ സ്റ്റേജ് കാരിയേജ് പെർമിറ്റ് അടിസ്ഥാനത്തിലാണ് ഇവരുടെ സർവീസെന്നും രേഖകൾ തെളിയിക്കുന്നു. ചരക്ക് കൊണ്ടുപോകാൻ അനുമതിയില്ലാത്ത ഈ ബസ്സുകൾ നിയമവിരുദ്ധമായി ചരക്ക് കടത്തുന്നതും പതിവാണ്. കേരളത്തിന് അനുവദിച്ച തിരുവനന്തപുരം ബാംഗ്ലൂർ ട്രെയിൻ പോലും റദ്ദാക്കാൻ സ്വാധീനമുള്ള ബസ് മാഫിയയ്ക്കെതിരെ ആര് നടപടിയെടുക്കും എന്നതാണ് ഇനിയുള്ള ചോദ്യം. കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ, ന്യൂസ് 18. കല്ലട ബസ് ജീവനക്കാരുടെ അതിക്രമത്തിന് പിന്നാലെ കൊച്ചി വൈറ്റിലയിൽ KSRTC യാത്രക്കാരന് സ്വകാര്യ ബസ് ജീവനക്കാരുടെ ക്രൂരമർദ്ദനം. KSRTCയോട് ചേർന്നുള്ള മത്സരഓട്ടം ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് വിദ്യാർത്ഥിയെ ജീവനക്കാർ മർദ്ദിച്ചത്. KSRTCയുടെ ഡ്രൈവറെയും മർദ്ദിക്കാൻ ശ്രമിച്ചെങ്കിലും ഓടി രക്ഷപ്പെട്ടു. സ്വകാര്യ ബസ് ഇടിപ്പിച്ചതിൽ KSRTCക്ക് നാശനഷ്ടമുണ്ട്. മരട് പോലീസ് കേസെടുത്തു. ഈസ്റ്റർ ദിനത്തിൽ രാജ്യത്തെ നടുക്കിയ സ്ഫോടനങ്ങൾക്ക് പിന്നാലെ ശ്രീലങ്കയിൽ പ്രസിഡന്റ് മൈത്രിപാല സിരിസേന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. 290 പേരുടെ ജീവനെടുത്ത സ്ഫോടന പരമ്പര നടത്തിയത് മുസ്ലിം ഭീകരവാദ സംഘടനയായ നാഷണൽ തൗഹീദ് ജമാഅത്ത് ആണെന്ന് ശ്രീലങ്ക വ്യക്തമാക്കി. കൊല്ലപ്പെട്ടവരിൽ കർണാടകത്തിൽ നിന്നുള്ള 2 JDS പ്രവർത്തകരുൾപ്പെടെ 6 ഇന്ത്യക്കാരുണ്ടെന്ന് സ്ഥിരീകരിച്ചു. സ്ഫോടനങ്ങളുടെ പശ്ചാത്തലത്തിൽ കൊച്ചി നാവിക കേന്ദ്രത്തിലടക്കം ഇന്ത്യൻ തീരങ്ങളിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു. അർദ്ധരാത്രി മുതലാണ് ശ്രീലങ്കയിൽ അടിയന്തരാവസ്ഥ പ്രാബല്യത്തിൽ വരിക. സ്ഫോടനത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിന് ശ്രീലങ്ക അന്താരാഷ്ട്ര സഹായം അഭ്യർത്ഥിച്ചു. ചാവേർ സ്ഫോടനങ്ങൾ നടത്തിയത് പ്രാദേശിക മുസ്ലിം ഭീകരവാദ സംഘടനയായ നാഷണൽ തൗഹീദ് ജമാഅത്ത് ആണെന്ന് ശ്രീലങ്കൻ മന്ത്രി രജിത സേനരത്നെ അറിയിച്ചു. അധികം അറിയപ്പെടാത്ത ഈ ഭീകര സംഘത്തിന് വിദേശ സഹായം ലഭിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. ഇതാദ്യമായാണ് സ്ഫോടനത്തിന്റെ ഉത്തരവാദികളെക്കുറിച്ച് ലങ്ക ഔദ്യോഗികമായി പ്രതികരിക്കുന്നത്. സ്ഫോടനങ്ങൾ നടന്നേക്കുമെന്ന് 2 ആഴ്ച മുൻപ് തന്നെ ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിരുന്നതായി വിവരമുണ്ട്. ഇത് ഗൗരവത്തിൽ എടുക്കാതിരുന്ന ലങ്കൻ രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ വീഴ്ചയെക്കുറിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. അതിനിടെ കൊളംബോ ബസ് സ്റ്റാൻഡിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ ഇന്നും കണ്ടെടുത്തു. സ്ഫോടനത്തിൽ 6 ഇന്ത്യക്കാരുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചത്. കൊളംബോയിലെ ഷംഗ്രീല ഹോട്ടലിൽ താമസിച്ചിരുന്ന കർണാടകയിൽ നിന്നുള്ള JDS പ്രവർത്തകരാണ് കൊല്ലപ്പെട്ട ഇന്ത്യക്കാർ. മറ്റ് 5 പേരെ കൂടി കാണാനില്ലെന്ന് കർണാടക മുഖ്യമന്ത്രി HD കുമാരസ്വാമി അറിയിച്ചു. ശ്രീലങ്കയിൽ എല്ലാ ആരാധനാലയങ്ങൾക്കും സുരക്ഷ ശക്തമാക്കി. ഭീകരർ ഇന്ത്യയിലേക്ക് കടക്കാൻ സാധ്യതയുണ്ടെന്ന രഹസ്യാന്വേഷണ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ തീരങ്ങളിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി കള്ളനാണെന്ന് സുപ്രീം കോടതി കണ്ടെത്തിയെന്ന പരാമർശത്തിൽ ഖേദമറിയിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. പ്രചാരണ ചൂടിനിടെ പറഞ്ഞ കാര്യങ്ങളെ രാഷ്ട്രീയ എതിരാളികൾ ദുർവ്യാഖ്യാനം ചെയ്തെന്ന് രാഹുൽ സുപ്രീം കോടതി അറിയിച്ചു. കോടതി ക്ലീൻ ചിറ്റ് നൽകിയെന്ന് കാണിച്ച് പ്രധാനമന്ത്രി വ്യാജ പ്രചാരണം നടത്തുകയാണെന്നും രാഹുൽ ആരോപിച്ചു. എന്നാൽ രാഹുലിന്റെ വിശ്വാസ്യത നഷ്ടമായെന്നാണ് BJPയുടെ പ്രതികരണം. सुप्रीम कोर्ट कहता है कि नरेंद्र मोदी जी जो देश के चौकीदार बने हैं वो चोर है. കാവൽക്കാരൻ കള്ളനെന്ന് സുപ്രീം കോടതി കണ്ടെത്തിയെന്ന ഈ പരാമർശത്തിനെതിരെ BJP നേതാവ് മീനാക്ഷി ലേഖി നൽകിയ കോടതിയലക്ഷ്യ ഹർജിയിലാണ് രാഹുൽ ഗാന്ധിയുടെ മറുപടി. പ്രധാനമന്ത്രി കള്ളനാണെന്ന് കോടതി കണ്ടെത്തിയതായി തിരഞ്ഞെടുപ്പ് ചൂടിൽ ആലങ്കാരികമായി പറഞ്ഞതാണ്. രാഷ്ട്രീയ എതിരാളികൾ പരാമർശം ദുരുപയോഗിക്കുകയായിരുന്നു. പരമോന്നത കോടതിയെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴക്കാൻ താൽപ്പര്യമില്ല. കാവൽക്കാരൻ കള്ളനാണെന്ന കോൺഗ്രസിന്റെ രാഷ്ട്രീയ മുദ്രാവാക്യത്തിൽ കോടതിക്ക് തീർപ്പ് കൽപ്പിക്കാനാകില്ലെന്നും രാഹുൽ പറയുന്നു. റഫാലിൽ സുപ്രീം കോടതി ക്ലീൻ ചിറ്റ് നൽകിയതായി നരേന്ദ്രമോദി, അമിത്ഷാ, രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ അവകാശപ്പെടുന്നത് കോടതിയുടെ പേരിലുള്ള വ്യാജ പ്രചാരണമാണെന്ന പ്രത്യാക്രമണവും രാഹുലിന്റെ മറുപടിയിലുണ്ട്.
ഖേദപ്രകടനത്തിലൂടെ രാഹുലിന്റെ വിശ്വാസ്യത നഷ്ടമായതായി BJP. स्पष्ट हो गया कि ये सब झूठ बोला था, तो इस व्यक्ति की क्रेडिबिलिटी क्या है कि वो हर बात में किसी भी चीज को लेकर झूठ बोल सकता है. കോടതിയിൽ മറുപടി ഫയൽ ചെയ്തതിന് പിന്നാലെ കാവൽക്കാരൻ കള്ളനാണെന്ന് മെയ് 23-ന് ജനവിധി വരുമ്പോൾ വ്യക്തമാകുമെന്ന് രാഹുൽ ട്വീറ്റ് ചെയ്തു. आप मोदी जी से सवाल पूछिए कि उन्होंने जो अनिल अंबानी की चौकीदारी की है वो क्यों की, उसका उनको क्या फायदा मिला, और 30,000 करोड़ रुपए जो उन्होंने एयरफोर्स से चोरी किए वो वापस कब आएंगे? രാഹുലിന്റെ മറുപടി സുപ്രീം കോടതി നാളെ പരിഗണിക്കും. എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18, ഡൽഹി. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി അമേഠിയിൽ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചു. രാഹുൽ സമർപ്പിച്ച പത്രികയിൽ പിഴവുകളില്ലെന്ന് റിട്ടേണിംഗ് ഓഫീസർ കണ്ടെത്തി. വയനാട്ടിലും അമേഠിയിലും ഉയർന്ന പൗരത്വ വിഷയത്തിൽ രാഹുൽ മറുപടി പറയണമെന്ന് BJP ആവശ്യപ്പെട്ടു. അമേഠിയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി ധ്രുവ്ലാൽ ആണ് നാമനിർദ്ദേശ പത്രികയിൽ ഗുരുതര പിഴവുകളുണ്ടെന്ന ആരോപണവുമായി രംഗത്തെത്തിയത്. രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് പൗരനാണ് എന്നായിരുന്നു ധ്രുവ്ലാലിന്റെ ആരോപണം. രാഹുൽ ഗാന്ധി സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ബ്രിട്ടൻ ആസ്ഥാനമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനിയുടെ വിവരങ്ങളിൽ ബ്രിട്ടീഷ് പൗരനാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നും ധ്രുവ് ആരോപിച്ചു. എന്നാൽ ആരോപണങ്ങൾ വസ്തുതാപരമല്ലെന്ന് റിട്ടേണിംഗ് ഓഫീസർ കണ്ടെത്തി. രാഹുലിന്റെ പൗരത്വം സംബന്ധിച്ചും അവ്യക്തതയില്ല. വിദ്യാഭ്യാസ യോഗ്യത സംബന്ധിച്ചുള്ള ധ്രുവ്ലാലിന്റെ ആക്ഷേപവും റിട്ടേണിംഗ് ഓഫീസർ സൂക്ഷ്മ പരിശോധനയിൽ തള്ളി. എന്നാൽ പൗരത്വവുമായി ബന്ധപ്പെട്ടുയർന്ന ആരോപണങ്ങളിൽ രാഹുൽ ഗാന്ധി വ്യക്തത വരുത്തണമെന്ന് BJP ആവശ്യപ്പെട്ടു. രാഹുൽ ബ്രിട്ടീഷ് പൗരനാണെന്ന് കമ്പനി രേഖകൾ ഉണ്ട് എന്നും BJP ആരോപിക്കുന്നു. Rahul Gandhi deliberately chose a different name, or has he been trying to hide his citizenship of other countries through fake information in India? So certainly this is something Rahul must clarify. പിഴവുകൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടതിനെ തുടർന്ന് രാഹുലിന്റെ നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. സൂക്ഷ്മ പരിശോധന മാറ്റിവെച്ചത് കോൺഗ്രസിനെ ആശങ്കയിലാക്കിയിരുന്നു. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ആം ആദ്മി പാർട്ടിയുമായുള്ള സഖ്യനീക്കം പൊളിഞ്ഞതോടെ ഡൽഹിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. PCC അധ്യക്ഷ ഷീല ദീക്ഷിത്, അജയ് മാക്കൻ എന്നിവരടക്കം 6 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. മാസങ്ങൾ നീണ്ട സഖ്യചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് AAP കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് കോൺഗ്രസ് 6 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. 7 ലോക്സഭാ മണ്ഡലങ്ങളുള്ള ഡൽഹിയിൽ സൗത്ത് ഡൽഹിയിലെ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടില്ല. PCC അധ്യക്ഷ ഷീല ദീക്ഷിത് നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ നിന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് അജയ് മാക്കൻ ന്യൂഡൽഹി മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടും. सोनिया जी ने, राहुल जी ने मेरे पर विश्वास रखा और मैं बेस्ट अपना फाइट करूंगी और मुझे यकीन है और विश्वास है कि जीत कर आऊंगी. ഡൽഹിയിൽ BJPക്കെതിരെ കോൺഗ്രസ് ആം ആദ്മി സഖ്യം മത്സരിക്കുമെന്നായിരുന്നു ആദ്യ സൂചനകൾ. എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ തൂത്തുവാരിയ AAPയുമായി സഖ്യം വേണ്ടെന്ന കടുത്ത നിലപാട് ഷീല ദീക്ഷിത് വിഭാഗം സ്വീകരിച്ചു. സീറ്റ് വിഭജനത്തിൽ അവസാനവട്ട ചർച്ചകളിലും തീരുമാനമാകാതിരുന്നതോടെ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയായിരുന്നു. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. തൃശൂരിലെ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി നടൻ മോഹൻലാലിന്റെ കൊച്ചിയിലെ വീട്ടിലെത്തി കണ്ടു. സന്ദർശനം വ്യക്തിപരമാണെന്നായിരുന്നു ഇരുവരുടെയും പ്രതികരണം. നിശബ്ദ പ്രചാരണത്തിന്റെ ഇടവേളയിലാണ് സുരേഷ് ഗോപി മോഹൻലാലിന്റെ അനുഗ്രഹം തേടി എത്തിയത്. ഇരുവരും അരമണിക്കൂറോളം സംസാരിച്ചു. മോഹൻലാലിന്റെ അമ്മയെയും സുരേഷ് ഗോപി കണ്ടു. സിനിമാ ലോകത്ത് എത്തിയ കാലം മുതൽ മോഹൻലാലുമായി ആത്മബന്ധമുണ്ടെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. എൻ്റെ സിനിമ ജീവിതം തുടങ്ങുന്ന കാലത്ത് ഒരു സൂപ്പർ താരം എന്നെ കൊണ്ടു നടന്നു. രാജാവിൻ്റെ മകനെന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ മിക്കവാറും ദിവസങ്ങളിൽ ലാലിൻ്റെ മുറിയിൽ ലാൽ എന്നെ കെട്ടിപ്പിടിച്ചാണ് കിടന്നിട്ടുള്ളത്. ആ മുഹൂർത്തം തുടങ്ങി ഇങ്ങോട്ടുള്ള ബന്ധം. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് സംഭവിക്കുന്ന ഒരു മുഹൂർത്തത്തിന് ലാലിൻ്റെ അനുഗ്രഹവും എനിക്ക് അനിവാര്യമാണ്. സുരേഷ് പറഞ്ഞ പോലെ ഞങ്ങളുടെ ഫ്രറ്റേണിറ്റിയിലുള്ള ഒരാളാണ്, എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹത്തിന് നല്ലത് വരാൻ പ്രാർത്ഥിക്കുന്നു. ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമ ഈ വർഷം അവസാനത്തോടെ ഉണ്ടാകുമെന്നും മോഹൻലാൽ പറഞ്ഞു. ന്യൂസ് 18, കൊച്ചി.
അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പോളിംഗ് ബൂത്ത് ഉണ്ടാകുമോ എന്ന് സംശയിക്കപ്പെടുന്ന ഒരു ഗ്രാമമുണ്ട് വയനാട്ടിൽ. തമിഴ്നാടിനോട് അതിർത്തി പങ്കിടുന്ന നൂൽപ്പുഴ പഞ്ചായത്തിൽ വനത്തിനുള്ളിലാണ് ഈ ഗ്രാമം. വന്യമൃഗശല്യം ജീവിതത്തെ ബാധിച്ചതിനാൽ കുടിയൊഴിയുന്നവരുടെ എണ്ണം ഇവിടെ കൂടി വരികയാണ്. പൂർണ്ണമായും വനത്താൽ ചുറ്റപ്പെട്ട ഒരു ഗ്രാമമുണ്ട്. മുത്തങ്ങ വന്യജീവി സങ്കേതത്തിനുള്ളിലെ ചെട്ടിയാലത്തൂർ. അവിടെ ഒരു പോളിംഗ് ബൂത്തുണ്ട്. ചെട്ടിയാലത്തൂരിലേക്ക് ഞങ്ങളെ സ്വാഗതം ചെയ്തത് ആളൊഴിഞ്ഞ വീടുകളാണ്. പണിയർ, കാട്ടുനായ്ക്കർ എന്നീ ആദിവാസി വിഭാഗങ്ങളും തമിഴ്നാട്ടിൽ നിന്നും കുടിയേറിയ ചെട്ടിമാരും നൂറ്റാണ്ടുകളായി അധിവസിച്ചിരുന്ന മണ്ണാണിത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എത്തി നിൽക്കുമ്പോൾ ഇവിടെ നിന്നും കുടിയൊഴിഞ്ഞ കുടുംബങ്ങൾ അനവധിയാണ്. ഇപ്പോൾ ഇവിടെ ആനശല്യം കൊണ്ടാണ് എല്ലാവരും പെട്ടെന്ന് അങ്ങനെ പോകാനുള്ള തീരുമാനം. കൊഴിഞ്ഞു പോകാൻ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് വികസനത്തിൻ്റെ ഒരു കുറവാണെന്ന് പറയാം. അന്നു മുതലേ ഞങ്ങൾ പറയാറുണ്ട്, വൈദ്യുതി റോഡ് ഇവിടെ എത്തുവാണെങ്കിൽ ഞങ്ങൾ ആരും പോകാൻ തയ്യാറല്ലെന്ന് പറഞ്ഞിരുന്നു. പുനരധിവാസ പദ്ധതിയെ ആശ്രയിച്ചാണ് പലരും ഈ ഗ്രാമത്തിൽ നിന്ന് യാത്രയാകുന്നത്. ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാനുള്ള താല്പര്യമൊന്നുമില്ല. പിന്നെ ജനങ്ങളും ഇവിടെ ആരും ഒരുമയില്ല. പിന്നെ വികസനങ്ങൾ ഇവിടെ കറണ്ട് റോഡ് ഉണ്ടെങ്കിൽ ഞങ്ങൾ പോകില്ലായിരുന്നു. അങ്ങനെയുള്ള എല്ലാവരും ഒരുമയുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിഷമത്തിലാണ് ഞങ്ങൾ. 19 കുട്ടികൾ മാത്രം പഠിക്കുന്ന ഈ LP സ്കൂളാണ് പോളിംഗ് ബൂത്ത്. പോളിംഗിനായുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഒരുപക്ഷെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇങ്ങനെയൊരു ഗ്രാമമോ ഇതുപോലൊരു പോളിംഗ് ബൂത്തോ ഇവിടെ ഉണ്ടാകണമെന്നില്ല. കുടുംബങ്ങൾ ഒന്നൊന്നായി കുടിയൊഴിഞ്ഞു പോകുന്ന ചെട്ടിയാലത്തൂരിൽ നിന്നും ക്യാമറമാൻ നിധിനൊപ്പം സുർജിത് അയ്യപ്പത്ത്, ന്യൂസ് 18 വയനാട്. ചീഫ് ജസ്റ്റിസിനെതിരായ ലൈംഗിക പീഡന ആരോപണത്തിൽ സുപ്രീംകോടതി അഭിഭാഷകരുടെ സംഘടനകളും ജീവനക്കാരുടെ സംഘടനയും രണ്ട് തട്ടിൽ. ഫുൾകോർട്ട് നേതൃത്വത്തിലുള്ള സമിതി പരാതി അന്വേഷിക്കണമെന്ന് അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡിന്റെ സംഘടന ആവശ്യപ്പെട്ടു. പരാതി പരിഗണിച്ച അസാധാരണ നടപടികളെ ചോദ്യം ചെയ്ത് സുപ്രീംകോടതി ബാർ അസോസിയേഷനും രംഗത്തെത്തി. ഇത്തരം സാഹചര്യങ്ങളിൽ ഫുൾകോർട്ടാണ് തീരുമാനമെടുക്കേണ്ടതെന്ന് അസോസിയേഷൻ വ്യക്തമാക്കി. എന്നാൽ പരാതി കെട്ടിച്ചമച്ചതാണെന്ന് പറഞ്ഞ ജീവനക്കാരുടെ സംഘടന ചീഫ് ജസ്റ്റിസിന് പിന്തുണ പ്രഖ്യാപിച്ചു. പരാതിയിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ട് 3 അഭിഭാഷകർ രാവിലെ സുപ്രീംകോടതിക്ക് മുന്നിൽ പ്രതിഷേധം നടത്തി.